ജയ് മോഹൻജി. വിശുദ്ധിയുടെ ശക്തി. വായന തുടരുന്നു. ഗുരുവിൻ്റെ സദാചാരം. ചോദ്യം: ഗുരുക്കന്മാരുടെ സദാചാര നിലവാരം മാതൃകാപരമായിരിക്കണമെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു. ശ്രീകൃഷ്ണന് 16,008 ഭാര്യമാർ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. യേശുവിന് മഗ്ദലന മറിയവുമായി അവിഹിത ബന്ധം ആരോപിക്കപ്പെട്ടിരുന്നു. ഇതെല്ലാം വാസ്തവമായിരുന്നെങ്കിൽ നമ്മെപ്പോലുള്ള സാധാരണ മനുഷ്യർക്ക് ഒന്നിലധികം ഭാര്യമാർ ഉണ്ടായാൽ കുറ്റപ്പെടുത്താൻ കഴിയുമോ? ഉത്തരം: ചോദ്യം എനിക്ക് വളരെ ഇഷ്ടമായി. എന്തൊരാശയം, എന്തൊരു ന്യായം! ഞാൻ വിശദീകരിക്കാം. ഉന്നതനായ ഒരു ഗുരുവിനെയും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെയും നമ്മുടെ പരിമിതമായ കഴിവുകൾ ഉപയോഗിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഒരു 5ാം ക്ലാസ് വിദ്യാർത്ഥി ബിരുദ ക്ലാസുകളിലെ പുസ്തകങ്ങളെയോ പഠന പദ്ധതിയെയോ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് പോലെ ആയിരിക്കും. ഇതാണ് അടിസ്ഥാനപരമായ തെറ്റ്. ആത്മജ്ഞാനം എന്നാൽ പരിമിതി ഇല്ലായ്മയാണ്. ആത്മജ്ഞാനമില്ലായ്മ പരിമിതിയാണ്. ഓരോ ചിന്തയ്ക്കും വാക്കിനും പ്രവൃത്തിക്കും ഒരു സമയവും സ്ഥലവും ബുദ്ധിയും പരിസരവും ഫലവും ഉണ്ട്. നിങ്ങൾ അത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആ പ്രവൃത്തിയുടെയും ഏത് പ്രവൃത്തിയുടെയും ആഴം മനസ്സിലാക്കുകയില്ല. ആത്മജ്ഞാനിയായ ഒരു ഗുരു ലൗകികമായ കർമ്മത്തിൻ്റെ തലത്തിൽ നിന്നല്ല പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഉന്നത നന്മയ്ക്കായി അദ്ദേഹം പലതും ചെയ്തേക്കാം. അദ്ദേഹം സാർവത്രികമായ ബോധത്തിൻ്റെ തലത്തിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. അവിടെ അദ്ദേഹത്തിന് ഭൂതവും വർത്തമാനവും ഭാവിയും ഒരേ വേദിയിൽ കാണുവാൻ കഴിയും. ചെടികളിൽ പൂക്കൾ വിടരുന്നത് നാം ജനലിലൂടെ കാണുന്നത് പോലെ പ്രവൃത്തിയെയും അതിൻ്റെ ഫലത്തെയും അദ്ദേഹം കാണും. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ എല്ലായ്പ്പോഴും ജനങ്ങളുടെ പൊതുവായ ക്ഷേമത്തിനു വേണ്ടി ഉള്ളതായിരിക്കും. അദ്ദേഹത്തിന് സ്വാർത്ഥ താൽപ്പര്യമില്ല. പല സന്ദർഭങ്ങളിലും തൻ്റെ ശാശ്വതമായ പ്രപഞ്ചബോധത്തെ മന്ദിപ്പിച്ച് തന്നെ ലൗകിക ബോധത്തിലേക്ക് അഥവാ ശരീരബോധത്തിലേക്ക് കൊണ്ടുവരാനായി ആത്മജ്ഞാനിയായ ഒരു ഗുരു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചേക്കാം. വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശിഷ്യൻ അതുപോലെ ലഹരി ഉപയോഗിക്കുകയാണെങ്കിൽ അയാൾ ഒരിക്കലും ആത്മജ്ഞാനം നേടുകയില്ല. ആ ദുശീലത്തിന് അടിമയാവുകയും ചെയ്യും. താടിയും മീശയും കാവ്യവസ്ത്രങ്ങളും കൊണ്ട് ഒരു ഗുരുവിനെ പോലെ തോന്നിക്കുമെങ്കിലും അയാൾ ഗുരുവിൻ്റെ ഔന്നത്യത്തിൽ നിന്ന് ഏറെ ദൂരെയായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യം ആത്മീയ വികാസമാണെങ്കിൽ ഒരു ഗുരു ആകുന്നതിന് മുമ്പ് ഒരു ഗുരുവിനെ അനുകരിക്കുക എന്നത് അങ്ങേയറ്റം ആപത്കരമാണ്. താരതമ്യേന അറിവില്ലാത്ത പൊതുജനത്തെ കബളിപ്പിച്ചുകൊണ്ട് ഉപജീവിക്കലാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങളുടെ വേഷം വലിയ ഒരു പരിധിവരെ പ്രയോജനം ചെയ്യും. നിങ്ങൾ ഗുരുവിൻ്റെ നിർദ്ദേശങ്ങളെ അനുസരിക്കണം. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഔന്നത്യത്തിനൊപ്പം എത്താത്തിടത്തോളം കാലം ഒരിക്കലും അദ്ദേഹത്തെ അനുകരിക്കരുത്. ഇനി ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ചുള്ള നിങ്ങളുടെ ചോദ്യം. 16,008 ഭാര്യമാരെ സന്തോഷിപ്പിച്ച് സംരക്ഷിക്കുക മനുഷ്യസാധ്യമല്ല എന്ന് മനസ്സിലാക്കുക. പലർക്കും ഒരു ഭാര്യയുടെ കൂടെ കഴിയുന്നത് തന്നെ പ്രയാസമാണ്. പിന്നെ എങ്ങനെയാണ് ഒരാൾ 16,008 ഭാര്യമാരുടെ കൂടെ ജീവിക്കുക? അത് അങ്ങേയറ്റം വിചിത്രമല്ലേ? ഇനി കൃഷ്ണൻ്റെ കാര്യം. കൃഷ്ണന് 16,008 ഭാര്യമാർ ഉണ്ടായിരുന്നു എന്നും അക്ഷരാർത്ഥത്തിൽ അത് സത്യമാണെന്നും നിങ്ങൾക്കെങ്ങനെ അറിയാം? ഞാൻ മനസ്സിലാക്കുന്നത് ഇനി പറയും പ്രകാരമാണ്. കൃഷ്ണൻ നരകൻ എന്ന അസുര രാജാവിനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് അവിടെ കാരാഗൃഹത്തിൽ ഉണ്ടായിരുന്നവരെയെല്ലാം മോചിപ്പിച്ചു. അതിൽ വലിയൊരു ഭാഗം സ്ത്രീകളായിരുന്നു. നിങ്ങൾക്ക് കൃത്യമായ എണ്ണം ആവശ്യമാണെങ്കിൽ 16,000-ലധികം എന്ന് പറയാം. അവരിൽ ചിലർ വളരെ പ്രായം ചെന്നവരും വളരെ കാലം തടവിൽ കഴിഞ്ഞവരും ആയിരുന്നു. തടവുകാരെ സ്വതന്ത്രരാക്കിയിട്ട് കൃഷ്ണൻ അവരോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ സ്വതന്ത്രരാണ്. നിങ്ങളുടെ വീടുകളിലേക്ക് ചെന്ന് സമാധാനമായി ജീവിക്കുക. ഭാവിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറിയിക്കാം. എൻ്റെ അടുത്തേക്ക് വരാം. അവരെല്ലാം സന്തുഷ്ടരായി അവരവരുടെ വീടുകളിലേക്ക് പോയി. എന്നാൽ സമുദായം അവരെ സ്വാഗതം ചെയ്തില്ല. അവരുടെ വീട്ടുകാർ അവരെ സ്വീകരിക്കാൻ തയ്യാറായില്ല. ഒരു മുൻ തടവുപുള്ളി വീട്ടിലുണ്ടായാൽ സമുദായം തങ്ങൾക്കും ഭ്രഷ്ട് കൽപ്പിക്കുമെന്ന് അവർ ഭയന്നു. തങ്ങളുടെ കുട്ടികൾക്ക് നല്ല വിവാഹബന്ധങ്ങൾ കിട്ടാതെ വരും. അങ്ങനെ മുൻ തടവുകാരെ അവരുടെ തന്നെ സമൂഹം പുറന്തള്ളി. ചുരുക്കിപ്പറഞ്ഞാൽ അതുവരെ കാരാഗൃഹത്തിലായിരുന്ന സ്ത്രീകൾ ഉപജീവനത്തിനായി
തെരുവിൽ ഭിക്ഷ യാചിക്കേണ്ട അവസ്ഥയായി. അവർ വീണ്ടും കൃഷ്ണൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഞങ്ങൾ ഇതുവരെ തടവുകാരായിരുന്നു. അത് സന്തോഷകരമായ ഒരു അവസ്ഥയായിരുന്നില്ല. എങ്കിലും ഞങ്ങൾക്ക് ദിവസത്തിൽ 3 നേരം ഭക്ഷണം കിട്ടിയിരുന്നു. വെയിലിൽ നിന്നും മഴയിൽ നിന്നും അഭയം ലഭിച്ചിരുന്നു. ഇന്ന് ഞങ്ങൾ ഏറെ ദുരവസ്ഥയിലാണ്. ഞങ്ങൾക്ക് കിടക്കാനിടമില്ല, ആഹാരമില്ല. ഞങ്ങൾ തിരിച്ചു ചെല്ലുന്നത് ഞങ്ങളുടെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല. അങ്ങ് ഞങ്ങളെ വീണ്ടും തടവിലാക്കി സംരക്ഷിക്കണം. അവരെയെല്ലാം രാജപത്നിമാരായി കണക്കാക്കണമെന്നും അവരിൽ ഓരോരുത്തർക്കും ജീവനാംശം കൊടുക്കണമെന്നും കൃഷ്ണൻ വ്യവസ്ഥ ചെയ്തു. രാജപത്നിമാർക്ക് പ്രത്യേകമായി അവകാശങ്ങളും അർഹതകളും മാന്യതയും ഉണ്ട്. കൃഷ്ണൻ അവരെ ഈ വിശേഷാധികാരങ്ങളോടെ തിരിച്ചയച്ചു. അവർ സുഖമായി ജീവിക്കുവാൻ തുടങ്ങി. സമൂഹത്തിന് വിജയിക്കുന്നവരെ ബഹുമാനമാണ്. അവർ മുൻ ജയിൽ പുള്ളികളായാലും തരക്കേടില്ല. പണത്തിന് പ്രാധാന്യമുണ്ട്. സൽപ്പേര് വീണ്ടെടുക്കുവാനും കഴിയും. അങ്ങനെ ആ 16,000-ലധികം സ്ത്രീകൾ രാജപത്നിമാർ എന്ന നിലയിൽ രാജ്യോചിതമായ ജീവിതം നയിച്ചു. അവർക്ക് സമൂഹത്തിൽ ആദരവ് ലഭിച്ചു. അവരിൽ ചെറുപ്പക്കാരികൾക്ക് യോഗ്യതയുള്ള ചെറുപ്പക്കാരിൽ നിന്ന് വിവാഹ അഭ്യർത്ഥനകളും ലഭിച്ചു. പുതിയ സാഹചര്യത്തിൽ താരതമ്യേന താഴ്ന്ന നിലയിലായിപ്പോയ അവരുടെ ബന്ധുക്കൾ അവരെ ബഹുമാനിക്കാനും സ്വന്തം കുടുംബാംഗങ്ങളായി കരുതുവാനും തുടങ്ങി. അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ അവർക്ക് ഈ പദവി നൽകിക്കൊണ്ട് മാന്യതയും ആത്മാഭിമാനവും നേടിക്കൊടുത്തു. ഇപ്പോൾ നിങ്ങൾ എന്തു പറയുന്നു? കൃഷ്ണൻ ഒരു സ്ത്രീലമ്പടനായി ചിത്രീകരിക്കപ്പെടുന്നതിനു കാരണം മനസ്സിലെങ്കിലും ഓരോ പുരുഷനും ഒരു സ്ത്രീലമ്പടനാണ് എന്നതാണ്. ദൈവത്തിന് അങ്ങനെയാകാമെങ്കിൽ ഭക്തന്മാർക്കും എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? സത്യം അതല്ല. അതുകൊണ്ട് നമ്മുടെ പരിമിതമായ അറിവ് വെച്ചുകൊണ്ട് ഒരു അവതാരത്തെക്കുറിച്ച് തീർപ്പ് കൽപ്പിക്കരുത്. ഞാനിവിടെ സദാചാരത്തെക്കുറിച്ച് തീർപ്പ് കൽപ്പിക്കുകയല്ല. എന്തെങ്കിലും നല്ലതോ ചീത്തയോ എന്ന് പറയുകയും അല്ല. അത് വ്യക്തിപരമായ കാര്യമാണ്. വിശാലമായ കാഴ്ചപ്പാടിൽ ഇതിന് പൊതു നിയമങ്ങൾ ഇല്ല. ഇതിനെപ്പറ്റി പര്യാലോചിക്കൂ. നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് നോക്കൂ. യേശുവിനെക്കുറിച്ചും മഗ്ദലന മറിയത്തെക്കുറിച്ചും വ്യാകുലപ്പെടേണ്ട. യേശു തൻ്റെ നിയോഗം നിറവേറ്റുവാൻ ബാധ്യസ്ഥനായിരുന്നു. ചെറിയ ഒരു കാലയളവിൽ തൻ്റെ കർത്തവ്യം നിറവേറ്റുകയും ചെയ്തു. മറിയമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാർമ്മിക മുറിവുകളെ പരിചരിക്കുകയും ഉണക്കുകയും ചെയ്ത ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യ അഥവാ ഭക്ത. യേശു അവരെ അസുഖത്തെ സുഖപ്പെടുത്താനുള്ള കഴിവുകളും കൃപയും കൊടുത്ത് അധികാരപ്പെടുത്തുകയും ചെയ്തു. പരിമിതമായ മനസ്സുകൾക്ക് ഉന്നതതരമായ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. നമുക്ക് ശാരീരികമായ സ്നേഹത്തെ മാത്രമേ സങ്കല്പിക്കുവാൻ കഴിയുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ മനസ്സ് ആ തലത്തിലാണ് നിൽക്കുന്നത്. അതിനെപ്പറ്റി ചിന്തിച്ച് ബുദ്ധിമുട്ടേണ്ട. നമുക്ക് നാം എന്താണോ അതായി ജീവിക്കാം. അപ്പോൾ നാം യാഥാർത്ഥ്യത്തെ കാപട്യത്തെയല്ല അടിസ്ഥാനമാക്കി നിലകൊള്ളുന്നവരാകും. യഥാർത്ഥത ഉയർന്ന ആത്മീയ വികാസത്തിന് വളരെ പ്രധാനമാണ്. നിശബ്ദത. ചോദ്യം: പിതാവിൻ്റെ മൗനത്തിൽ ഏതെങ്കിലും വാക്കുകൾ ഉണ്ടോ? അവ എന്താണ്? ആരോടാണ് അദ്ദേഹം സംസാരിക്കുന്നത്? ഉത്തരം: പിതാവിൻ്റെ മൗനത്തിൽ വാക്കുകൾ ഉണ്ട്, അനേകം വാക്കുകൾ ഉണ്ട്. എന്നാൽ അവയെല്ലാം ഒന്നിച്ച് ആഴത്തിലുള്ള ഒരു ഹുങ്കാര ശബ്ദം അല്ലെങ്കിൽ ഓം ആയി തീരുന്നു. എല്ലാ നിറങ്ങളും ലയിക്കുമ്പോൾ നമുക്ക് നിറമില്ലായ്മ അല്ലെങ്കിൽ വെളുത്ത നിറം അനുഭവപ്പെടുന്നു. വെളുപ്പിനെ ഞാൻ നിറമില്ലായ്മ എന്ന് വിളിക്കും. എന്തുകൊണ്ടെന്നാൽ അത് എല്ലാ നിറങ്ങളുടെയും മാതാവാണ്. അതുപോലെ എല്ലാ ശബ്ദങ്ങളും യോജിക്കുമ്പോൾ അത് ഒരു ഹൂങ്കാരം, മൂളക്കമായി തീരുന്നു. പിതാവ് തന്നോട് തന്നെ സംസാരിക്കുന്നു. പ്രപഞ്ചത്തിലെ അസംഖ്യം ജീവജാലങ്ങൾ വേറെ വേറെ സത്തകളാണെന്ന് മായ തോന്നിക്കുമെങ്കിലും അദ്ദേഹത്തിൽ നിന്ന് വേറിട്ട് ഒന്നുമില്ല. ശാരീരിക തലത്തിൽ അവ വ്യത്യസ്ത സത്തകളാണ്. പിതാവിൻ്റെ തലത്തിൽ അവയെല്ലാം ഒന്നാണ്. ഞാനെന്ന ബോധം മൂലം വേറെയാണെന്ന തോന്നൽ ഉണ്ടാകുന്നു. അഹംബോധമില്ലാത്ത അവസ്ഥകളിൽ താനും പിതാവും ഒന്നാണെന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നു. പിതാവ് മോഹഭംഗം വന്ന തൻ്റെ കുട്ടികളോട്, അതായത് എല്ലാ അണുക്കളോടും എല്ലാ തന്മാത്രകളോടും എല്ലാ ഇലക്ട്രോണുകളോടും പ്രോട്ടോണുകളോടും ന്യൂട്രോണുകളോടും പ്രപഞ്ചത്തിലെ എല്ലാ സത്തകളോടും വസ്തുക്കളോടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അദ്ദേഹം നിർത്താതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ
അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കണമെങ്കിൽ നാം നിശബ്ദരായിരിക്കണം. നമ്മുടെ മനസ്സ് നിശബ്ദമായിരിക്കണം. അഗാധമായ നിശബ്ദത, പൂർണ്ണമായ നിശബ്ദത, നിശ്ചിന്തമായ നിശബ്ദത. നാം അവിടെ എത്തുമ്പോൾ ബാഹ്യവും ആന്തരവുമായ എല്ലാ നിശബ്ദതയും അവസാനിക്കും. നാം പിതാവിൻ്റെ വാക്കുകൾ മാത്രം കേൾക്കും. പിതാവിൻ്റെ വാക്കുകൾ കേൾക്കാനായി നാം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ തരംഗദൈർഘ്യവുമായി ചേരണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കും പിതാവിനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലെന്ന് നാം അറിയും. ഞാൻ അദ്ദേഹമാണ്. തികഞ്ഞ സമചിത്തതയോടെ പ്രപഞ്ചത്തിൻ്റെ എല്ലാ പ്രവൃത്യുന്മുഖതയെയും തുണച്ചുകൊണ്ട് പൂർണ്ണമായ അസ്തിത്വത്തിൽ പിതാവ് തന്നോട് തന്നെ സംസാരിക്കുന്നു എന്നും അപ്പോൾ നാം മനസ്സിലാക്കും. സംസാരിക്കാനായി അദ്ദേഹത്തിൽ നിന്ന് വേറിട്ട് ഒന്നുമില്ല. പൂർണ്ണമായ ഏകത്വത്തിൽ ആപേക്ഷികതയില്ല. ഈ നിശബ്ദത നേടുവാനായി മനുഷ്യന് വളരെയധികം അന്വേഷിക്കേണ്ടി വരും. നിശബ്ദത നേടിക്കഴിഞ്ഞാൽ പിന്നെ അന്വേഷണമില്ല. അഗാധമായ ശാന്തിയാണ് ഉള്ളത്, ഏറ്റവും അഗാധമായ സമാധാനം. ജയ് മോഹൻജി. താങ്ക് യു.